ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് രാമക്കൽമേട് ആമപ്പാറയാണ്. അപ്പോൾ ഞങ്ങൾ ഓഫ് റോഡ് പോകാനായി പോവുകയാണ്. രാവിലെ തന്നെ ഫ്രഷൊക്കെയായി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ജീപ്പൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഓഫ് റോഡ് പോകാനായി. അങ്ങനെ ഞങ്ങൾ ആമപ്പാറയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ആമപ്പാറ എത്തിയിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ആമപ്പാറ. ഇവിടെ സൈഡ് തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറണം. അങ്ങനെ കയറി ഞങ്ങൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അടുത്തതായി നമുക്ക് ഇരുന്നു പോകേണ്ടതാണ്. ഈ ഗ്യാപ്പിലൂടെ വേണം ഇരുന്ന് ഇറങ്ങി പോകാൻ. പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ഇറങ്ങണം. പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു ഈ ആമപ്പാറ. ഇറങ്ങി വരുമ്പോൾ തന്നെ മനസ്സിനെ കുളിരണിയിക്കുന്ന നല്ല വ്യൂ ആയിരുന്നു അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നും അടുത്ത ലൊക്കേഷനിലേക്കും യാത്രയായി. നമ്മളപ്പോൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്.
ഞങ്ങൾ അടുത്തതായി പോകുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി. അടുത്തതായി ഞങ്ങൾ പോകുന്നത് കുറവൻ കുറത്തി മലയിലേക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ മലമ്പുഴക്കി വേഴാമ്പലിൻ്റെ ശില്പം, നമ്മുടെ ദേശീയ പക്ഷിയായ വേഴാമ്പലിൻ്റെ ശില്പമാണ് ഉള്ളത്. ഒപ്പം ഈ ചിത്രത്തിൽ ആനയുടെ തുമ്പിക്കൈയും കാണാൻ സാധിക്കും. രാമക്കൽ മേട്ടിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് കുറവൻ കുറത്തി ശില്പം. 40 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രതിമ ഒരു കുടുംബത്തിൻ്റെ ഐക്യവും പ്രകൃതിയോടുള്ള അടുപ്പവും മനുഷ്യന്റെ ചരിത്രത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2005 ഈ കാണുന്ന കുറവൻ കുറത്തി ശില്പത്തിന്റെ പണി പൂർത്തിയായത്. കഥാപരമായി കേരളത്തിലെ ആദിവാസികളായ കുറവനും കുറത്തിയും ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അവരുടെ ജീവിത രീതിയും കുടുംബ ബന്ധങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് ഈ വൻ പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പ്രതിമയിൽ കുറവനും കുറത്തിയും അവരുടെ അരുമ മക്കളും ഒപ്പം തന്നെ കോഴിപ്പൂവനെയും കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മെ വളരെയധികം അതിശയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്രയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.